നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ശക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ വൈബ്രേഷൻ എന്നത് എന്താണ്? നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഹൈ വൈബ്രേഷൻ ആകണം, പോസിറ്റീവ് എനർജി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. പക്ഷേ വൈബ്രേഷൻ എന്നത് ശരിക്കും എന്താണ്? യൂണിവേഴ്സ് നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കുന്നില്ല, അത് നമ്മൾ അനുഭവിക്കുന്ന എനർജി ഫ്രീക്വൻസിയാണ് കേൾക്കുന്നത്. വൈബ്രേഷൻ എന്നത് ആവർത്തിച്ചിട്ടുള്ള ചലനമാണ്. ഒരു ഗിറ്റാർ സ്ട്രീറിംഗ് തട്ടിയാൽ അത് വൈബ്രേറ്റ് ചെയ്യും, അത് സൗണ്ട് ഉണ്ടാകും. ഫ്രീക്വൻസി കുറവാണെങ്കിൽ ഡീപ്പ് സൗണ്ട്, ഫ്രീക്വൻസി കൂടിയാൽ ഷാർപ്പ് സൗണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നമ്മുടെ ചിന്തകൾ ഇലക്ട്രിക് സിഗ്നൽ പോലെയാണ്. നമ്മുടെ വികാരങ്ങൾ അഥവാ ഇമോഷൻസ് മാഗ്നറ്റിക് സിഗ്നലാണ്. അതായത് നമ്മളൊരു വാക്യൂം മാഗ്നറ്റ് ആണ് എന്നർത്ഥം. നമ്മൾ എന്ത് ഫ്രീക്വൻസിയാണോ പുറത്തു വിടുന്നത്, അതാണ് നമ്മളിലോട്ട് തിരിച്ചു വരുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയാമോ? ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നാണ്. നിങ്ങൾ ഭയത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ കൂടുതൽ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരും. അഥവാ നിങ്ങൾ നന്ദിയിലാണ് ഇരിക്കുന്നതെങ്കിൽ കൂടുതൽ നന്ദി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളിലോട്ട് വരും. നിങ്ങൾ കുറവിൻ്റെ ചിന്തയിലാണോ ഇരിക്കുന്നതെങ്കിൽ കൂടുതൽ കുറവ് നിങ്ങളെ ലൈഫിൽ അനുഭവപ്പെടും. നിങ്ങൾ സമൃദ്ധിയുടെ ചിന്തയിലാണോ ഇരിക്കുന്നത് എങ്കിൽ കൂടുതൽ സമൃദ്ധി നിങ്ങളിലോട്ട് വരും. ഒരു ഉദാഹരണം പറയട്ടെ. ഒരു വ്യക്തി ദിവസവും പറയുകയാണ്, എനിക്ക് പണമില്ല, എൻ്റെ ജീവിതം ബുദ്ധിമുട്ടാണ്, അധ്വാനിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ. അപ്പോൾ വാക്കുകൾ എന്താണ് ഇവിടെ വരുന്നത്? പണം വേണം എന്നാണ്. പക്ഷെ ഉള്ളിലെ വികാരം എനിക്കില്ല, ഞാൻ പിന്നിലാണ്, ഞാൻ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇത് ലോ വൈബ്രേഷനെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് അതിന് മറുപടി നൽകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ശരി, നിനക്ക് ഇല്ല എന്ന അനുഭവം കൂടുതൽ തരാം എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഹൈ വൈബ്രേഷനിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകണം. ഇനി ഹൈ വൈബ്രേഷൻ, ലോ വൈബ്രേഷൻ. ഈ ലോ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ആസ്പദമാക്കിയുള്ള വികാരങ്ങൾ എന്തൊക്കെയാണ്? ഭയം, കുറ്റബോധം, കോപം, അസൂയ, കുറവിൻ്റെ മനോഭാവം, ഇതൊക്കെയാണ് ലോ വൈബ്രേഷൻ. ഹൈ വൈബ്രേഷൻ എന്താണ്? നന്ദി, വിശ്വാസം, സ്നേഹം, സന്തോഷം, സമാധാനം. പ്രശ്നം ഇല്ലാതിരിക്കലല്ല ഹൈ വൈബ്രേഷൻ ഉള്ളപ്പോൾ. പ്രശ്നം ഉണ്ടെങ്കിലും ഉള്ളിൽ സമാധാനം നിലനിൽക്കുന്നതാണ് ഹൈ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി വൈബ്രേഷൻ എങ്ങനെയാണ് ഉയർത്തേണ്ടത്? ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും 5 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കുള്ളതിന് നന്ദി പറയുക, എഴുതുക. ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്വലൈസേഷനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇതിനകം നടക്കുന്നതായിട്ട് 5 മിനിറ്റ് അനുഭവിക്കുക. മൂന്നാമതായി അഫർമേഷൻസ്. സമൃദ്ധി എന്നിലേക്ക് ഒഴുകി വരുന്നു, ഞാൻ സുരക്ഷിതയാണ്, എൻ്റെ ജീവിതം ഉയരുന്നു, ഇങ്ങനെ അഫർമേഷൻസ് പറയുക. നാലാമത് നിങ്ങൾ ചെയ്യേണ്ടത് ബോഡി എനർജിയാണ്. അതായത് മ്യൂസിക്, ഡാൻസ്, എക്സസൈസ്, ശരീരത്തിൻ്റെ വൈബ്രേഷൻ, ഇതെല്ലാം കൂട്ടാൻ ഈ മ്യൂസിക്കും ഡാൻസും ഒക്കെ സഹായിക്കും. അഞ്ചാമത്തത് ഫോർഗീവ്നെസ്. മനസ്സിൽ വെച്ചിരിക്കുന്ന വിരോധം നിങ്ങളുടെ വൈബ്രേഷനെ താഴ്ത്തും. അതുകൊണ്ട് മറ്റുള്ള ആളുകളോടുള്ള വിരോധം, പക, വിദ്വേഷം, വെറുപ്പ്, ഇങ്ങനെയുള്ള നെഗറ്റീവ് വികാരങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കി ഫോർഗീവ് ചെയ്യുക. നിങ്ങൾ എന്താണ് ആകർഷിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് വൈബ്രേഷനാണ് എന്ന് ചോദിക്കണം. നമ്മൾ ജീവിതം മാറ്റണമെങ്കിൽ ആദ്യം നമ്മുടെ ഫ്രീക്വൻസി വരണം. അതെപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതം മാറ്റണമെങ്കിൽ ആദ്യം നമ്മുടെ ഫ്രീക്വൻസിയെ മാറ്റാൻ തയ്യാറാവണം. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്താൽ റിയാലിറ്റി തന്നെ ചേഞ്ച് ആവും. യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളെ പരീക്ഷിക്കുകയില്ല, അത് നിങ്ങളുടെ വൈബ്രേഷനോട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു മനുഷ്യൻ മാത്രമല്ല, നമ്മളൊരു എനർജി ഫീൽഡും കൂടിയാണ്. നിങ്ങൾ ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ പ്രപഞ്ചം 1000 ചുവട് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രീക്വൻസി ലെവൽ ഹൈ ആക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റായിട്ട് വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.